വെൽക്കം ബാക്ക് ടു another എപ്പിസോഡ് ഓഫ് ട്രാവൽ ആൻഡ് ഫുഡടി. ഞാൻ ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ്. എന്താന്നല്ലേ, കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്, വളരെ കുറച്ച്. അപ്പോൾ ആ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് എന്ന് കേട്ടാൽ പിന്നെ മലയാളികൾക്ക് പിന്നെ എന്താ വേറൊന്നും വേണ്ടല്ലേ, ബീഫ്. അതിൻ്റെ കൂടെ ചൂട് പൊറോട്ടയും കൂടി ആയാലോ, പൊളിക്കും. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന സാധാരണ ബീഫല്ല, ബീഫ് കറിയല്ല, മൺചട്ടിയിൽ നല്ല നാടൻ രീതിയിൽ ഭയങ്കര ചേരുവകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതും സ്ലോ കുക്കിംഗ് പ്രോസസ്സിൽ. അതും പിന്നെ ചൂട് പൊറോട്ടയും, നല്ല പൊതിപ്പൊറോട്ട. ഈ പൊതിപ്പൊറോട്ട എന്ന് പറഞ്ഞ സാധനം നമ്മളെ കേരളത്തിൽ ഇപ്പം ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് അങ്ങനെ വലിയ പോപ്പുലർ ആയിട്ടുണ്ടോ എന്നൊക്കെ ഡൗട്ടാണ്. ഇത് തമിഴ്നാട് ഐറ്റമാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ, നല്ല വാഴയിലയിൽ ചൂടടിച്ച പൊറോട്ടയും വെച്ച് അതിന്റെ മേലെ നല്ല നാടൻ ബീഫ് കറിയും ഇട്ട് നല്ലോണം ഇലയിൽ പൊതിഞ്ഞ് കെട്ടി ചുട്ടെടുക്കുന്ന രീതിയാണ് ഈ പൊതിപ്പൊറോട്ടക്ക്. ആ പൊതിപ്പൊറോട്ട ഇങ്ങനെ തുറന്നു കഴിഞ്ഞാലുള്ള മണം, അത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പൊതിപ്പൊറോട്ട ബീഫ് കറി. എന്താണ്? നാടൻ ചട്ടിയിൽ വെച്ച ബീഫ് കറി. അപ്പൊ കാണാം. ഐശ്വര്യമായിട്ട് ഈ ചട്ടി അങ്ങോട്ട് വെക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വിറകടുപ്പിൽ ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എപ്പോഴും അമ്മ കൂടി ഉണ്ടാവും. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എനിക്ക് ബീഫ് ലാസ്റ്റ് കരിഞ്ഞ് വേറെ വല്ലതും ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും കൂടെ എല്ലാം എടുത്ത് പഞ്ഞിക്കിടുവോ എന്നുള്ള കാര്യവും അറിയില്ല. എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടിയിൽ. അത് കുറച്ചേ വേണ്ടു കേട്ടോ, കുറച്ചിതാ, ഒരു ടീസ്പൂണ് മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ബീഫ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത ബീഫായിരുന്നു. അപ്പൊ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മളെ താരങ്ങൾ വരുന്നത്. അതില് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, തക്കാളി, പിന്നെ പച്ചമുളകും ഉള്ളിയും. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഒരു 2 സ്പൂണ് മുളക് പൊടി, അതിൻ്റെ കൂടെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് അവസാനം നമുക്ക് കുറച്ച് പെപ്പർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും സംഭവങ്ങൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും ഒഴിക്കുന്നുള്ളൂ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കുമായിട്ട് ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ മേലെ നമ്മൾ വെറുതെ മൂടി വെച്ചാൽ പോരാ, ഇങ്ങനത്തെ 2 ഇലയോളം എടുത്തിട്ട് ഇതാ ഇങ്ങനെ എന്നിട്ട് ഇതുണ്ടോ, ഇങ്ങനത്തെ ചട്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ മൂടി നല്ല ടൈറ്റായിട്ട് അങ്ങ് മൂടുക. വല്ല കല്ലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. അത്ര ടൈറ്റായിട്ട് മൂടിയിട്ട് ഈ ആവി കിടന്നാണ് ഈ ബീഫ് വേവുന്നത്. അപ്പം ഞാനിത് കുറച്ച് തീ കുറച്ചിട്ടുണ്ട്. അപ്പം ഈ കണലിൽ കിടന്നത് വേവട്ടെ. ഈ സത്യം പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ എങ്ങും പിടിക്കും. നല്ല മൂത്ത ബീഫാണെങ്കിൽ അതിൽ കൂടുതലെടുക്കും. പക്ഷേ ആ 2 മണിക്കൂറിൽ ടൈം വേർത്താണ്. നിങ്ങളത് അത്രയും ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിൽ കഴിക്കാം. ഞാൻ ഇതിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. 1 മണിക്കൂറായിട്ട് ഞാൻ ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ഒരു 20 മിനിറ്റോളം ഇനിയും കുക്ക് ആവാനുണ്ട്. അതുകൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് വാഴയില പറിക്കാം. വാഴയിലയിലാണല്ലോ നമ്മുടെ പൊതിപ്പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വാഴയില ആവശ്യമുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഇല പറിക്കണം. ഇത് ആക്ച്വലി ഇല വെച്ചിട്ടുള്ള ആ പൊതിയുന്നതാണ് എനിക്കിപ്പം ആലോചിച്ചിട്ട് ഇപ്പം തന്നെ വെള്ളം കൂടുതലായി. നമ്മൾ ഇങ്ങനെ ഒരു 4 ഇല വേണം. 4 ഇല മാത്രം മതി. 4 ഇലയും കൊണ്ട് നമ്മളെ കരി നടക്കും. ഇനി ഇതാ 4 ഇല പറിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലോണം കഴുകി എടുത്തിട്ട്
പൊറോട്ടയും കൊണ്ട് വരാം. ആ സമയമാകുമ്പോൾ എനിക്ക് തോന്നി ഇതാവും തോന്നുന്നു. നല്ല പുക. ഇത് തിന്നാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇത് നോക്ക്, കഴിഞ്ഞ കേട്ടാ. നമ്മുടെ ടൈം എനിക്ക് തോന്നുന്നു കറക്റ്റ് 20 മിനിറ്റ്സും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കിനി തുറന്നു നോക്കാം. ഇതാ ഇലയെല്ലാം പൊത്തി വെച്ച ഇലയെല്ലാം നല്ല വാടിയിട്ട് അപ്പ ഇത് നോക്കിയേ, നല്ല അല്ലേ, നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കിട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡിലെല്ലാം കരിഞ്ഞോ എന്തോ ഇല്ല. ഇത് നല്ല പാകമാണ് കേട്ടോ. ഒരു വരട്ടിയ ആ പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ചേർത്തിട്ടില്ല. നമുക്കിനി ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു നുള്ള് നമുക്ക് കുരുമുളകും കൂടെ ഒന്ന് ചേർക്കാനുണ്ട്. അത്രേ വേണ്ടു. പിന്നെ കറിവേപ്പിലയും ചേർത്തില്ല. അത് ഞാൻ അവസാനം ഫ്രഷായിട്ട് ചേർക്കാമെന്ന് വെച്ചിട്ടാണ് ചേർക്കാതിരുന്നത്. അതും കൂടെ നമുക്കിപ്പോൾ ചേർക്കാം. ഈ കറിവേപ്പില നമ്മുടെ വീട്ടിൽ ഉള്ള കറിവേപ്പില, ഈ കറിവേപ്പില നമുക്ക് കുറച്ചിടാം. നല്ല ഫ്രഷ് അല്ലേ, ഓർഗാനിക് കറിവേപ്പില. ഇത് കഴുകിയിട്ട് ഇതും കൂടി ഇടാം. അത് നമ്മളെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൺചട്ടി കിടന്ന ബീഫിൻ്റെ മണം, ഭയങ്കര മണം. ഇതില്ലേ ഇപ്പം എല്ലാം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറേ സമയമുണ്ടല്ലോ, ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്കും വീട്ടിലുള്ള ആൾക്കാർക്കെല്ലാം. ഇത് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്ന പോലെയല്ലേ, മൺചട്ടിയിലുള്ള ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്നല്ലേ, ഇനി നമുക്ക് പൊതിപ്പൊറോട്ടയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ അതിന് ഇലയില മുറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുള്ളിൽ പൊതിപ്പൊറോട്ട നമ്മൾ എങ്ങനെയാണ് പൊതിയുന്നതെന്നുള്ള കാണാം. ഓക്കെ, നമ്മൾ പൊറോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 പൊറോട്ടയാണ് എടുത്തോട്ടാ. ഇപ്പോൾ അടിച്ച പൊറോട്ടയാണ്. ഈ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പൊതി പൊറോട്ട ഉണ്ടാക്കി ഇങ്ങനെ പൊതിയുന്ന കാണാം. ഞാനിപ്പം ഇതിൻ്റെ അടിയിൽ ഒരു ഇലയും കൂടെ വെച്ചിട്ടുണ്ട്. ഇലയും കൂടെ വെച്ച് നമ്മൾ പൊറോട്ട വെച്ച് അതിന്റെ മേലെയാണ് നമ്മൾ ഈ ബീഫ് ഇടുന്നത് കേട്ടോ. കയ്യിലിങ്ങനെ പിടിച്ച് ബീഫ് ഇടാം. കുറച്ച് ഗ്രേവിയും ഒരു കുഴമ്പ് രൂപത്തിലാണ് ഉണ്ടാവുക മസാല കേട്ടോ. അതിൻ്റെ കുറച്ച് ഗ്രേവിയും 2-3-4 കഷ്ണം കൂടെ ഇങ്ങനെ എടുത്ത് നമുക്കിത് പൊതിയാം. ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ ആക്കി നമ്മൾ സാധാരണ നമ്മളെ പൊതിച്ചോറൊക്കെ പൊതിയുന്ന ആ ഒരു പരുവത്തിലാണ് കിട്ടാൻ മതി കേട്ടോ. ഇങ്ങനെ പൊതിയാം. ഇത് ഇങ്ങനെ പൊതിയുന്നുണ്ട്, അല്ലാതെ കിഴിയായിട്ട് പൊതിയുന്നുണ്ട്. നമുക്ക് എങ്ങനെ രീതിയിലും ഇലയിൽ പൊതിയണമെന്ന് മാത്രം മതി കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളെ കലാവിധത്തിനനുസരിച്ച് പൊതിയായാലും കിഴിയായാലും ഇലയായാൽ മതി. ഇലയുടെ ടേസ്റ്റാണ് മുഖ്യം. അപ്പം ഇതിങ്ങനെ നമ്മൾ ചോറൊക്കെ പൊതിയുമല്ലോ, അതേ ഇതിലാണ് പൊതിയുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഇപ്പം ഞാൻ വാഴനാര് വെച്ച് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഇതേപോലെ കിട്ടുക, ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ 2 പൊതി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കണ്ടോ. ഈ ഒരു രീതിയിൽ പൊതിയാം. എന്നിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് പൊള്ളിക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഞാനിവിടെ 2 പൊതിയാണ് പൊതിഞ്ഞത്, പൊതി പൊറോട്ടയുടെ. ഇത് ഉള്ളിൽ നല്ല പൊറോട്ടയുടെയും ഇതിൻ്റെയും ചൂടുണ്ട്. അപ്പം നമ്മളിത് പൊള്ളിക്കുന്നതാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് കേട്ടോ. നേരെ കനലിലിട്ടിട്ടാണ് പൊള്ളിക്കുന്നത് കണ്ടോ. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് കനലുണ്ട്, പോകുന്നുണ്ടോ. അപ്പോൾ ഇതിലിട്ടിട്ടാണ് കാണിക്കുന്നത്. ക്യാമറമാൻ ഒന്ന് കാണിക്കൂ ഇത് കണ്ടോ. ഇതിനി അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് അത്ര സമയമൊന്നും വേണ്ട. ഇത് ഇലയായ കാരണം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് പൊള്ളിച്ച് കിട്ടും. അപ്പം കുറച്ച് നേരം മറ്റേ സൈഡിലും സൈഡിലുമായിട്ട് അങ്ങോട്ട് ഇവിടെ തിരിച്ചിട്ടിട്ട് പൊള്ളിക്കാം. ആദ്യമായിട്ടാണ് കേട്ടോ വിളിച്ചിക്കണേ. ഇതാ നമ്മള് കുറച്ച് ഒരു 5 മിനിറ്റിന് മേലെയായി. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇല. അപ്പം എനിക്കൊന്ന് ആയി. അപ്പം എടുക്കാം. അയ്യോ വിട്ടുപോയി. നല്ല ചൂടുണ്ട്. രണ്ടും നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തുറക്കുന്നതാണ് നമ്മളുടെ ഇത്. ഇതാ മാമനും വന്നിട്ടുണ്ട്, പ്ലേറ്റ് അടക്കം വന്നിട്ടുണ്ട്. മാമൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് ഒന്ന് ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് മാമന് കൊടുത്തിട്ട് തുടങ്ങാം അല്ലേ.
മാമ പ്ലേറ്റ് കാണിക്കൂ. ഇതാണ് എന്റെ മാമൻ. മാമൻ ടേസ്റ്റ് ചെയ്ത് പറയും എങ്ങനെയുണ്ട്. അടിയിലൊരു പ്ലേറ്റ് എനിക്ക് കൊണ്ടുതരൂ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. കണ്ടോ ഇത് തുറക്കുന്നത്? ഇലയെല്ലാം നല്ല നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ. ആ ഇലേന്റെ ഫ്ലേവർ കിട്ടുന്നു, നല്ലോണം ഉള്ളിൽ കയറിയിട്ടുണ്ടാവും ഈ ഇലേന്റെ ഫ്ലേവർ. കണ്ടോ ചൂടാണ്, ശ്രദ്ധിച്ച് തുറന്നില്ലെങ്കിൽ കൈ പണിയാവും. ഓഹ് എൻ്റെ അമ്മേ, ചൂട് പറക്കുന്നുണ്ടോ നിങ്ങള്? നോക്കിയേ അപ്പാ അല്ലേ മാമ, നോക്കിയാ കേട്ടാ എങ്ങനെയുണ്ട്? ചൂടുണ്ടോ ഉള്ളില്? നല്ല ചൂടുണ്ട് കേട്ടാ. ഇത് ഇവിടെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. കയ്യിലൊന്ന് പിടിച്ചിട്ട് കഴിക്കാനുള്ള ഇതില്ല. കണ്ടാ നിങ്ങള് കണ്ടിക്കാ, ഈ പൊതിപ്പൊറോട്ടേന്റെ സ്റ്റൈല് കണ്ടിക്കാ. ഇനി ഇത് നമുക്ക് കഴിക്കാം. നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയോ? കഴിച്ചോ? ഓപ്പൺ ചെയ്തിട്ടാണ് കഴിക്കാം കേട്ടാ. ഇത് കാണിച്ചു നോക്കിയാ കേട്ടാ, പുളിയല്ലേ? ചെയ്യുന്നതാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് നോക്കാം. നിങ്ങളൊന്നും പറയുന്നില്ല, മാമൻ പറയും. അങ്ങനെയുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചില്ല. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ കൊറോണ ടൈമില് നിങ്ങൾ എല്ലാവരും സമയം ഉണ്ടാവും, ഇത് ട്രൈ ചെയ്യാം. ഇതുപോലെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. സംഭവം പൊളിച്ചല്ലേ? സംഭവം പൊളിച്ച്. ബീഫും നിങ്ങൾ എല്ലാവരും ഇരിക്കും ഈ പൊതിപ്പൊറോട്ട എന്ന് പറയുമ്പോൾ ബീഫും പൊറോട്ടയും വെച്ച് കഴിച്ചാൽ പോരെ. പക്ഷെ അതല്ല, ബീഫിന്റെ ഈ പൊറോട്ടയുടെ പുറത്ത് ബീഫ് ഇട്ടിട്ട് ഇലയിൽ പൊതിഞ്ഞിട്ടുണ്ടാക്കുന്ന സംഭവമാണ് ഈ പൊതിപ്പൊറോട്ട. അത് അങ്ങനെ തന്നെ കഴിക്കണം. നമ്മൾ ബീഫും ഇത് സെപ്പറേറ്റ് കഴിച്ചാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ എല്ലാവരും ഇതൊന്ന് സമയം ഉണ്ടല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ആർക്കും ഒന്ന് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങളെ തേടിയെത്തും. അപ്പോൾ നമ്മളിത് കഴിച്ചു കഴിയട്ടെ. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ നോക്കുക.